തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി സി ദിവാകരന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് കത്തിച്ചു. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിലെ അതിയന്നൂരിലെ മേഖലാ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിനാണ് രാത്രി 3:30 തീയിട്ടത്. അലക്സ് വിവരങ്ങളുമായി. അലക്സ്, ഇപ്പോൾ സംഭവത്തിന് പിന്നിൽ ആരാണ് എന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? അനുജ, പുലർച്ചെ 3:30 LDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് തീയിട്ടത്. ഇത് ആരാണ് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാരണം LDF നേതാക്കൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. CPIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര MLA സ്ഥലത്തുണ്ട്. ഇവർ പറയുന്നത് ഇന്നലെ ഈ പ്രദേശത്തായിരുന്നു LDF സ്ഥാനാർത്ഥി സി ദിവാകരന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം നടന്നത്. അദ്ദേഹത്തിന്റെ വാഹന പര്യടനം നടന്നത്. ആ പര്യടനത്തിൽ സ്വീകരണം ഈ പ്രദേശത്ത് ഒരുക്കിയിരുന്നു. ഇത് വൻ വിജയമായിരുന്നു. ഇതിൽ വിരളിപ്പൂണ്ട എതിരാളികളാവാം ഇത്തരത്തിൽ തീയിട്ടതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ അതിയന്നൂർ മേഖല ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിനാണ് തീയിട്ടത്. ഈ ഓഫീസിനുള്ളിൽ ഏതാണ്ട് 10-17ഓളം കസേരകൾ അടുക്കി വെച്ചിരുന്നു. ഇത് പൂർണ്ണമായി കത്തി നശിച്ചു എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അതിനിവർ പ്രധാനമായി പറയുന്ന ഒരു കാരണമുണ്ട്. ഇതെന്തെങ്കിലും ഒഴിച്ച് കത്തിക്കാതെ ഇത് പൂർണ്ണമായി കത്തി നശിക്കില്ല. ഏതെങ്കിലും തരത്തിൽ തീ കത്തിയതെങ്കിൽ ഇത് പൂർണ്ണമായി കത്തി നശിക്കാൻ ഒരു ഇടയുമില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടെന്നാണ് നേതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. അലക്സ്, ഇതിൽ CCTV ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തരത്തിലുള്ള അന്വേഷണമാണോ പുരോഗമിക്കുന്നത്? അത് വരും മണിക്കൂറുകളിലായിരിക്കും അനുജ പറയാൻ സാധിക്കുക. കാരണം പ്രദേശത്ത് ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിനടുത്ത് CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്ന തരത്തിൽ ക്യാമറകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വിവരം പോലീസ് പങ്കുവയ്ക്കുക. പക്ഷേ LDF നേതാക്കൾ കൃത്യമായി തന്നെ പറയുന്നു, ഇത് പ്രധാനമായ ഒരു BJP ശക്തി കേന്ദ്രമാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ എതിരാളികൾ ഈ പര്യടനത്തിൽ അല്ലെങ്കിൽ ആ പര്യടനത്തിന്റെ വിജയം കണ്ട് അതിൽ വിരളിക്കൊണ്ട് എതിരാളികളാണ് ഇതിൽ പിന്നിലെന്ന് ഇവർ ആരോപിക്കുന്നു. ആ തരത്തിൽ തന്നെയാണ് പോലീസ്. നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിലെ അതിയന്നൂരിലെ LDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് രാത്രി 3:30 ആരോ തീയിട്ട് നശിപ്പിച്ച നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. പോലീസ് അന്വേഷണം നടത്തുകയാണ്.